മാസപ്പടി കേസിൽ CMRLനും EDക്കും നാളെ നിർണായകമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതി അറിയിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ കോടതി അറിയിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ചാകും ഈ കേസ് പരിഗണിക്കുക. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയാണ് കേരളം കണ്ട റെയ്ഡ്, പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ എന്നാലും ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ED എങ്ങനെ ഒരു നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. എൽദോ, ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ED നേടുമ്പോൾ അതിൽ തൊട്ടടുത്ത ദിവസങ്ങൾ കോടതി അവധി ദിവസങ്ങളായിരുന്നു എന്നതെല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ ED വളരെ സംഘടിതമായിട്ട് തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ അവർക്ക് പൂർത്തീകരിക്കാനെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു എന്നാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം തന്നെ പരിശോധനകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം കോടതി വിധി ഏറെക്കുറെ ഒരു അനുകൂലമാകുന്നൊരു പശ്ചാത്തലത്തെക്കുറിച്ച് നിയമവൃത്തങ്ങളിൽ ആ സമയത്ത് തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു. കാരണം ഈ അന്വേഷണ ഏജൻസികൾ, 2 അന്വേഷണ ഏജൻസികൾ സമാന രീതിയിൽ അന്വേഷണം നടത്തുന്നു. അതിൻ്റെ സാങ്കത്യമാണ് ചോദ്യം ചെയ്തത്. പക്ഷേ അതൊരിക്കലും കോടതി അത് മുന്നിൽ കണ്ടുകൊണ്ട് തടയുക എന്നത് ഒരു അപ്രായോഗിക കാര്യമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഉടൻ നടത്താനും അടക്കം ED നോക്കിയിരുന്നത്. ഏതായാലും അത് അവർ നിശ്ചയിച്ച പോലെ തന്നെ റെയ്ഡും പരിശോധനകളും എല്ലാം തന്നെ അത് നടക്കുകയും ചെയ്തു. വിവിധ രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ CMRL വീണ്ടും അതിൽ കോടതിയെ സമീപിച്ചു. കാരണം ഇത് നീതീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതല്ല ഇപ്പോഴത്തെ ഈ പരിശോധനകൾ. കാരണം അവർ വീണ്ടും ഉയർത്തുന്ന വാദങ്ങൾ സമാന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് SFIO എന്ന ഏജൻസി നടത്തുന്നത്. അത് കേന്ദ്ര ഏജൻസി തന്നെയാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നത്. അപ്പോൾ അത് തന്നെയാണ് EDയും ചെയ്യുന്നത്. ED ചെയ്യുന്നത് അവരെന്തോ ചെയ്യുന്നു, അത് തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് നടത്തുന്നത് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഹൈക്കോടതിയിൽ അവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നടത്തുന്ന അന്വേഷണങ്ങൾ നീതീകരിക്കാൻ കഴിയുന്നതല്ല. യാതൊരുവിധ തെളിവുകളും ED പറയുന്ന കാര്യങ്ങൾ, ED കള്ളപ്പണ ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് തക്കതായ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടുമില്ല. വീണ വിജയൻ്റെ കമ്പനിയുമായിട്ട് ആ രീതിയിലൊരു ഇടപെടലും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ED ഉന്നയിക്കുന്നത് അനാവശ്യമായ ചോദ്യങ്ങളും കാര്യങ്ങളുമാണ്. ED പറയുന്ന അടിസ്ഥാനരഹിതമായ വസ്തുതകളെ മുൻനിർത്തിയാണ് EDയുടെ ഒരു അന്വേഷണം പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CMRL ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. മുതിർന്ന അഭിഭാഷകരെ അടക്കം ഈ വരും ദിവസങ്ങളിലുള്ള വാദങ്ങളിലെല്ലാം തന്നെ നമുക്ക് CMRLന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ അതേസമയം ED ഇപ്പോൾ പരിശോധനയിൽ അവർക്ക് ബോധ്യമായ കാര്യങ്ങൾ, അവർ കണ്ടെടുത്ത കാര്യങ്ങൾ, കാരണം കുറച്ച് രേഖകളും ഡിജിറ്റൽ കാര്യങ്ങളുമെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ടി കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുതകളുടെ വിശദാംശങ്ങളടക്കം ഹൈക്കോടതിയെ മുദ്രവെച്ച കവറിൽ അറിയിക്കും. അത് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ അവർക്ക് നേരെ നടന്ന അതിക്രമം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ, എന്തിന് തങ്ങളെ ഈ ഇത്തരം ഒരു പരിശോധനയ്ക്ക് വന്നപ്പോൾ സംഘം ചേർന്ന് അവിടെ ഒരു ആക്രമണം തങ്ങൾക്കെതിരെ നടന്നു, അത്തരം കാര്യങ്ങളിലുള്ള EDയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണവും അടക്കമുള്ള കാര്യങ്ങൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കും. ഇപ്പോൾ സംഭവിക്കുന്നത് EDയെ അവരുടെ ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസിലെ ഓരോ ചലനവും നടക്കുന്നത് എന്നതാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ മിക്കവാറും അതിൽ അവർക്ക് വേണ്ടി ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരു സങ്കീർണമായ രീതിയിൽ, ഗൗരവതരമായ രീതിയിൽ ED ഈ കേസിനെ സമീപിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരും. ഹൈക്കോടതിയിൽ 5ാമത്തെ ഐറ്റമായിട്ടാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇനി നമ്മൾ കാണുന്നത് നിയമയുദ്ധം തന്നെയായിരിക്കും. അത് EDക്ക് ഇതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കും. കാരണം ഇത് പൊതുമധ്യത്തിൽ വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തിയതടക്കമുള്ള ഒരു കേസായിട്ടിത് മാറുന്നുണ്ട്. അതുകൊണ്ട് EDക്ക് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം. തങ്ങൾ ഊഹാപോഹങ്ങളുടെ പേരിലല്ല അവിടെ പരിശോധന നടത്തിയത്. അവിടെ തങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് തെളിവുകൾ എന്നതെല്ലാം തന്നെ കോടതി മുൻപാകെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.